ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ 2 വർഷമായി ബ്രസീലിയൻ സൂപ്പർ താരമായ ലുക്കാസ് പക്കേറ്റ ഒരു അന്വേഷണം നേരിടുകയായിരുന്നു. അതായത് വാതുവെപ്പ് സംഘങ്ങളെ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വം ലുക്കാസ് പക്കേറ്റ പ്രീമിയർ ലീഗിൽ യെല്ലോ കാർഡുകൾ വഴങ്ങി എന്നുള്ള ഒരു ആരോപണമായിരുന്നു ഉയർന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം നല്ല രൂപത്തിൽ നടന്നു. അതിപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. പക്കാറ്റ കുറ്റവിമുക്തനാക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ആജീവനാന്ത വിലക്ക് വരെ ലഭിക്കുമായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. ഏതായാലും അദ്ദേഹം ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെടുന്നു എന്നുള്ളത് പക്കാറ്റയ്ക്ക് ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഹാം യുണൈറ്റഡ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുള്ള നീക്കങ്ങളൊക്കെ ഇപ്പോൾ സജീവമാക്കിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ക്ലബ്ബുകൾ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നാൽ പക്കാറ്റയെ കൈമാറാൻ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ഇപ്പോൾ തയ്യാറാണ് എന്ന റിപ്പോർട്ടാണ് ബ്രസീലിയൻ മാധ്യമമായ UOL റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവർ ഒരു വില കണ്ടുവച്ചിട്ടുണ്ട്. അതായത് 60 മില്യൺ യൂറോക്കും 70 മില്യൺ യൂറോക്കും ഇടയിലുള്ള ഒരു തുക ലഭിച്ചാൽ മാത്രമായിരിക്കും ഈ ബ്രസീലിയൻ താരത്തെ വെസ്റ്റ് ഹാം യുണൈറ്റഡ് കൈവിടുക. നിലവിൽ അദ്ദേഹത്തിന് ഈ ഒരു തുകക്കുള്ളിലുള്ള മൂല്യമൊക്കെ ഉണ്ട് എന്നാണ് വെസ്റ്റ് ഹാം യുണൈറ്റഡ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഏതായാലും ഈ മധ്യനിര താരത്തിന് വേണ്ടി ഇനിയിപ്പോൾ ഏതൊക്കെ ക്ലബ്ബുകൾ രംഗത്ത് വരും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ ഒരു വാതുവെപ്പ് കേസ് നടക്കുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്ഫർ അവസരങ്ങൾ ഈ താരത്തിന് നഷ്ടമായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിക്ക് താല്പര്യമുള്ള താരമായിരുന്നു പക്കേറ്റ, പെപ്പിന് ഇഷ്ടമുള്ള താരമായിരുന്നു. പക്ഷേ ഈ ഒരു വാതുവെപ്പ് കേസ് ഉണ്ടായതുകൊണ്ട് തന്നെ സിറ്റി അതിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. ഇനിയിപ്പോൾ സിറ്റി അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും പക്കേറ്റയെ സംബന്ധിച്ചിടത്തോളം കേസിൽ നിന്ന് മുക്തനായത് ആശ്വാസകരമായ കാര്യമാണ്. ഇനിയിപ്പോൾ അദ്ദേഹം കൂടുമാറാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.